ഇതൊരു ഐസ് പുരാണാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഐസിനും ഉണ്ടോ കഥ എന്ന്. ഇത് കഥയൊന്നുമല്ല, ഒരു ചെറിയൊരു രസകരമായ സംഭവമാണേ. അതായത് ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോഴേ അന്ന് ഫ്രിഡ്ജൊക്കെ വളരെ കുറവാണ് കേട്ടോ. കുറച്ച് വീടുകളിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഐസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു അമൂല്യ നിധിയാണ്. അപ്പോൾ ഐസൊക്കെ കിട്ടിയാൽ കടിച്ചു മുറിച്ചൊക്കെ തിന്നാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ട വീട്ടുകാർ ഫ്രിഡ്ജ് മേടിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഫ്രിഡ്ജ് കണ്ടല്ലോ. അങ്ങനെ അവർ ഐസൊക്കെ ചോദിക്കും. ഞങ്ങൾ എന്നിട്ടൊക്കെ ഐസ് തരുമോ എന്ന് ചോദിച്ചാൽ അവർ ഒന്നൊക്കെ തരുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ വല്ല ഫോറിൻ മുട്ടായി കിട്ടിയ പോലെ സന്തോഷത്തോടെ ഈമ്പീട്ടൊക്കെ കഴിക്കുക. അപ്പോൾ ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ഇവർ ഞങ്ങൾ ചോദിക്കാണ്ട് തന്നെ ഞങ്ങൾക്ക് ഐസ് തരും. നല്ല പരന്നൊരു ഐസാണ് തരിക. ഭയങ്കര സന്തോഷമാണ്, വലിയ ഐസ് കിട്ടിയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പറയും, അയ്യോ ഐസ് തന്നു വരും എന്നൊക്കെ പറയേ. കുറച്ച് ദിവസം കാലം കഴിഞ്ഞ് ഞങ്ങൾ ഫ്രിഡ്ജ് മേടിച്ചപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഞായറാഴ്ച അവർ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യും. അപ്പോൾ ആ ഫ്രീസറിൻ്റെ അടിയിലൊരു ട്രേ ഉണ്ടല്ലോ, അതിൽ വന്ന് നിറയണ ഐസാണ് ഞങ്ങൾക്ക് തന്നിരുന്നത്. എന്തായാലും അത് ഞങ്ങൾക്ക് അന്ന് വലിയ സന്തോഷം തന്നെയായിരുന്നു കേട്ടോ.